അടിമാലി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഇക്കോ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഇക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമാണ് ഇക്കോ ഷോപ്പ് തുറന്നിട്ടുള്ളത്. കോവിഡ് കാലത്തിന് മുൻപ് വരെ അടിമാലി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപം ഇക്കോ ഷോപ്പ് പ്രവർത്തിച്ചു വന്നിരുന്നു. കോവിഡ് കാലത്താണ് ഈ ഷോപ്പിന് പൂട്ട് വീണത്. എങ്കിലും അടച്ചുപൂട്ടിയ ഇക്കോ ഷോപ്പ് വീണ്ടും തുറക്കണമെന്ന ആവശ്യം ഏറെ നാളായി ഉയർന്നിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ അടിമാലി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഇക്കോ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഇക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുറച്ച് നാളുകളായിട്ട് നടത്താമെന്നിരുന്ന ഇക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. കാർഷിക മേഖലയിലെ ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ അവർക്ക് കാർഷിക മേഖലയിലെ ഉപകരണങ്ങൾ നൽകിയും അവർക്കുള്ള വളങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ നൽകിയുമാണ് നമ്മൾ ഈ പ്രാവശ്യം ആരംഭിക്കുന്നത്. തുടർന്നും ജനങ്ങളുടെ കൂടെ എന്നും തന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ഇക്കോ ഷോപ്പ് നടപ്പിലാക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാം ഇതോടുകൂടി ഞാൻ ഈ ഔപചാരികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അഗ്രോമാർട്ട് കൃഷിക്കൂട്ടത്തിനാണ് ഇക്കോ ഷോപ്പിന്റെ നടത്തിപ്പ് ചുമതല. വിത്തുകൾ, ജൈവവളങ്ങൾ, കീടനാശിനികൾ, കാർഷിക ഉപകരണങ്ങൾ തുടങ്ങി കർഷകർക്ക് ആവശ്യമായ വിവിധ വസ്തുക്കൾ മിതമായ നിരക്കിൽ ഇക്കോ ഷോപ്പിലൂടെ ലഭ്യമാകും. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടുഡേ ന്യൂസ്, അടിമാലി. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള വിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.